ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന റെസിപ്പി ബ്രെഡ് കൊണ്ട് പോക്കറ്റ് ഷവർമയാണ് കേട്ടോ. വളരെ രുചികരമായ ഒരു വിഭവമാണ്. നിങ്ങളിതുപോലെ ഒന്ന് തയ്യാറാക്കി കുട്ടികൾക്കും വലിയവർക്കും ഈ റമദാനിലൊന്ന് ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്കിത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാനിവിടെ 12 ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ അരികൊക്കെ സ്ലൈസ് ചെയ്ത് ഇതുപോലെ മാറ്റി വെച്ചിട്ട് നമുക്ക് പൊടിച്ച് വെച്ച് ബ്രെഡ് ക്രംസ് തയ്യാറാക്കാം. ബ്രെഡ് ഞാൻ 2 അട്ടിയായിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് 6 എണ്ണമാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക. മുറിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും 2 എണ്ണം വെച്ച് നമുക്ക് എടുക്കാം. ഒരു 6 എണ്ണം വെച്ചിട്ട് അപ്പോൾ ഒരു 12 ബ്രെഡാണ് ഇതിന് വേണ്ടത്. ബ്രെഡ് ക്രംസ് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. ഇതേപോലെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 4 കോഴിമുട്ടയാണ് ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒഴിച്ചിട്ട് നമുക്ക് ഇതും മാറ്റി വെക്കാം. ഇനി നമുക്ക് അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ബ്രെഡ് ഒന്ന് വറുത്തെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ 2 ബ്രെഡ് സ്ലൈസൊക്കെ ചെത്തിക്കളഞ്ഞതാണ് ഇങ്ങനെ ഊട്ടിപ്പിടിച്ചതിന് ശേഷം ഇതുപോലെ മുട്ടയിലൊന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക. ചുറ്റുഭാഗം നന്നായിട്ട് കോട്ടാവണം കണ്ടില്ലേ? ഇതുപോലെ നന്നായിട്ട് ചുറ്റുഭാഗമൊക്കെ കോട്ടായിട്ട് വേണം ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മുക്കിയിട്ട് കോഴിമുട്ടയിൽ മുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ റസ്ക് പൊടിയാണെങ്കിലും അതോ ബ്രെഡിൻ്റെ സൈഡ് കളഞ്ഞ ആ പൊടിയാണെങ്കിലും നമുക്കിതുപോലെ അതിലും ഒന്ന് മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. കണ്ടോ, ഇത്രയേ ഉള്ളൂ പോക്കറ്റ് ഷവർമയുടെ പണി ഇതിങ്ങനെ ഈ 2 ഭാഗവും നന്നായിട്ട് ബ്രൗൺ കളറായി വന്നാൽ കോരി മാറ്റിയിട്ട് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗൾ എടുത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം കാബേജ് ഗ്രേറ്റ് ചെയ്തത്, ക്യാരറ്റ് ഒരെണ്ണമാണ് ഞാൻ ഗ്രേറ്റ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഇതിലേക്ക് ഒരു കക്കരിക്ക ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാളയുടെ പകുതി. പിന്നെ ഞാനിതിലേക്ക് ഒരു 250 ഗ്രാം ചിക്കൻ പൊരിച്ചിട്ട് ആ പൊരിച്ചതാണ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മയോണസ് ഉണ്ടാക്കണം. മയോണസ് ഇതുപോലെ എടുത്തിട്ട് ഞാൻ കുറച്ച് ലൂസാക്കിയിട്ടാണ് മയോണസ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് ലൂസി ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമുക്ക് സോയാ സോസ് അല്ല, ടൊമാറ്റോ സോസ് അതാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ പോക്കറ്റ് ഷവർമ എടുത്തിട്ട് നമ്മുടെ ഈ ബ്രെഡിൻ്റെ ഉൾഭാഗത്തേക്ക് ഇങ്ങനെ പൊളിച്ച് പിടിച്ചതിന് ശേഷം ഇതിലേക്ക് ഫില്ലിംഗ് ആക്കി കൊടുക്കുക ഒരു സ്പൂൺ വെച്ചിട്ട് കോരിയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫില്ലിംഗ് ആക്കി കൊടുത്താൽ നമ്മുടെ പോക്കറ്റ് ഷവർമ ഇവിടെ റെഡി ആയിട്ടോ. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ഹെൽത്തിയായ ഫുഡ് അവർക്ക് കൊടുക്കും നിങ്ങൾ. തീർച്ചയായിട്ടും കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഓരോന്നും ഇതിൻ്റെ ഉള്ളിലേക്ക് നിറച്ച് കൊടുക്കുക നമുക്ക് ശരിക്കും ഷവർമ തിന്നുന്ന ആ ഒരു ഫീലാണ് ഇത് കഴിക്കുമ്പോൾ കിട്ടുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ തയ്യാറാക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. കൂടെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ, ബൈ ബൈ.